എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുഹമ്മദ് അഫ്സൽ പി. ഒരുപക്ഷെ ആ പേരിൽ നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തന്നെ ആ പേരിലായിരിക്കില്ല എന്നെ നിങ്ങൾ കൂടുതൽ അറിയുന്നത്. അഫ്ലു എന്ന പേരിൽ ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള അറിവുകളാണ് കൂടുതലും ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഹിസ്റ്ററി വരാറുണ്ട്, മിസ്റ്ററി, അതുപോലെ തന്നെ സമകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് ഭൂമിക്കകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിലെ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങളെക്കുറിച്ച് ഹിസ്റ്ററി ആയാലും മിസ്റ്ററി ആയാലും വ്യത്യസ്തമായ ആളുകൾക്കെപ്പോഴും അറിയണമെന്ന ആകാംക്ഷയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പോലും ഭാഗമായി മാറിയിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഇന്ന് ഏറെക്കുറെ 5 ബില്യണിലധികം ആളുകളാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ലോകത്തുള്ള ജനസംഖ്യയുടെ ഏറെക്കുറെ 50% മുകളിലും ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അറൗണ്ട് 61% ആളുകളാണ് ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാടധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ തന്നെയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പോലും നേരെ വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേരെ തുറക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ രാവിലെ മുതൽക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ ലോകത്ത് നടക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ ട്രഡീഷണലി വാർത്തകൾ പ്രത്യേകിച്ച് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിരുന്നൊക്കെ മാറിയിട്ട് ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ വിരൽ തുമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനൂടെ ഇന്ന് സോഷ്യൽ മീഡിയ വലിയ തോതിൽ നമ്മളൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മളൊക്കെ നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് മറ്റൊരാളെ വിളിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ സംസാരിച്ചിരുന്നൊക്കെ മാറിയിട്ട് നമ്മളെപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് ആർക്കാണോ നമുക്ക് ആശയങ്ങൾ കൈമാറേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് അയാൾക്ക് നമുക്കിന്ന് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഇന്ന് സോഷ്യൽ മീഡിയ ഒരു സൂപ്പർ പവർ തന്നെ നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സമൂഹത്തിലുള്ള ഏതൊരു കാര്യവും ചെറിയൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലൂടെ സമൂഹ മാധ്യമങ്ങളിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെയും വലിയ തോതിലുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും സമൂഹത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പോലും വലിയ തോതിലുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പോലും ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാരണമായിട്ട് എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സോഷ്യൽ മീഡിയ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു ഇവൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനിലേക്കൊക്കെ തന്നെ നിങ്ങൾ എത്തിച്ചിട്ടുള്ളത് പോലും ഒരു പക്ഷേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചർ കൂടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള ഇരുതല മൂർച്ചയുള്ളൊരു കത്തി പോലെ തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പോസിറ്റീവ് സൈഡുകൾ ഉണ്ട് എങ്കിലും അതുപോലെ തന്നെയുള്ള നെഗറ്റീവ് സൈഡുകളും അതിനുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. ബൗണ്ടറികൾക്ക് അതീതമായിട്ട്, ഭാഷകൾക്ക് അതീതമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയം എന്താണോ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് ഈ ഒരൊറ്റ സാധനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇന്ന് 5 ബില്യണിലധികം 500 കോടിയിലധികം വരുന്ന ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഇത്തരത്തിൽ വലിയൊരു ജനസംഖ്യയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിഭാഗത്തിലേക്ക് എത്തിക്കാനും അതുപോലെ ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകളോ ഉണ്ട് എങ്കിൽ അതിനെ പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമുകൾ വലിയ തോതിൽ തന്നെ നമുക്ക് സഹായകമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു വ്യക്തി ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ പോലും
ആദ്യം തന്നെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള റിവ്യൂകൾ, ആളുകൾ അതിന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കുക. അതിനുശേഷം ഓക്കെ നമുക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവരത് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഞാനും നിങ്ങളൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണത്. കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 51% വരുന്ന ആളുകളും ഇന്ന് ഈ ഒരു നിലക്കാണ് വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെയും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെയും വലിയ തോതിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ മുതൽ മുകളിലേക്ക് അങ്ങോട്ട് വലിയ തോതിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് പോലും നമുക്ക് എത്തിക്കാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ വലിയ വളർച്ച, പറഞ്ഞതുപോലെ ഭാഷകൾക്കും രാജ്യങ്ങൾക്കും ബൗണ്ടറികൾക്കൊക്കെ അതീതമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും എത്തിക്കാനൊക്കെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് സാധ്യമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, ഒരുപാടധികം ആളുകളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആ കൂടെ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താണോ സോഷ്യൽ മീഡിയയിലൂടെ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ചോദ്യം, അല്ലെങ്കിൽ പലരുടെയും ഉള്ളിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെക്കൊണ്ട് സാധ്യമാകുമോ, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് ചുമ്മാ ഒന്ന് തുടങ്ങിയിടുക. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഘട്ടം ഘട്ടമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും എന്തുവിടെ ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള നെഗറ്റിവിറ്റി ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവുന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള വിജയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ ആക്ച്വലി ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് 2018 ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, അതിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളും മറ്റൊക്കെ ചെയ്യുക വഴി അത്തരത്തിലുള്ള ക്ലയൻറ്റുകൾ ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചിന്തകളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഓക്കെ, ഇന്ന് ദിവസം ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തു, നാളെ ആകുമ്പോഴേക്കും മിക്കവാറും ഇതൊരു 2-3 ലക്ഷം ആളുകൾ കാണും, അതിനുശേഷം ഒരാഴ്ച കൊണ്ട് 2 മില്യൺ 3 മില്യണൊക്കെ വ്യൂസ് കിട്ടും എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ആ വീഡിയോ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അറൗണ്ട് 100ഓളം ആളുകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേറെക്കുറെ 80ഓളം ആളുകളും ഞാൻ ഷെയർ ചെയ്ത് കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പിന്നീട് ഒരുപാടധികം നാളുകൾക്ക് ശേഷം പതിയെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് വീഡിയോകളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുക വഴി സോഷ്യൽ മീഡിയയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുകയുണ്ടായി. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ പോലും വരുത്തിയ അവസരത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള വലിയ തോതിലുള്ള റീച്ച് പിന്നീട്, അതായത് കാര്യങ്ങളൊക്കെ പഠിച്ച് വീണ്ടും തിരിച്ചു വന്നിട്ട് ചെയ്ത അവസരത്തിൽ കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ തന്നെ ആദ്യകാലത്ത് ഞാൻ ഇത്തരത്തിലുള്ള സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില DIY ടൈപ്പ് വീഡിയോസുകളൊക്കെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു സമയമായപ്പോൾ അതിൽ നിന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് അത്തരം കണ്ടൻറ്റുകളിലൂടെ എനിക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് ആ സമയത്തൊരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന, അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന ടെക് മേഖലയിലേക്ക് മാറ്റുകയാണ് എൻ്റെ കണ്ടൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ഏറെക്കുറെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചേരാൻ അവിടെയും സാധിക്കാതെ വന്നതോടുകൂടിയിട്ട് പിന്നെ നമുക്കൊക്കെ തന്നെയും ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വലിയ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത്തരത്തിൽ ആകാംക്ഷയുള്ള കണ്ടൻറ്റുകൾ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഞാൻ ഇന്ന് ചെയ്യുന്ന നിലയിലേക്ക്, ഇൻഫോർടൈൻമെൻറ്റ് കാറ്റഗറിയിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു. ഇന്ന് വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിട്ട് അറൗണ്ട് 2 മില്യൺ എബോവ് ഫോളോവേഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം വലിയൊരു ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സെൽഫ് ബ്രാൻഡിങ്, അഫ്ലു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് അഫ്ലൽ എന്ന് പറയുന്ന ഞാൻ അഫ്ലു എന്നൊരു പേരിലേക്ക് മാറാനും ഒരുപാടധികം ആളുകൾ അറിയാനും ഒക്കെ അത് വലിയ തോതിൽ തന്നെ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷണങ്ങളിലൂടെ നിരന്തരമായിട്ട് പല കാര്യങ്ങൾ ട്രൈ ചെയ്യുക വഴി സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളുടെ പ്രൊഡക്ട്സോ സർവീസോ അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യാനോ വലിയ തോതിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ നമുക്ക് സഹായകമായിട്ട് മാറുന്നുണ്ട്.
ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വലിയ തോതിൽ തന്നെ അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഫ്യൂച്ചർ എന്ന കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രസകരമായിട്ടുള്ളൊരു കാര്യം, നമ്മളിന്ന് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതലത്തിലാണ്, അല്ലെങ്കിൽ ഒരു 2Dയിലാണ് നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അത് മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ VR ഹെഡ്സെറ്റുകളിലൂടെ നമ്മൾ ഇനി അങ്ങോട്ടൊരു 3D ലോകത്തേക്ക് കയറി ഇരുന്നുകൊണ്ട്, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ അകത്തേക്ക് നമ്മൾ കയറി ഇരുന്നുകൊണ്ട് അവിടെ ഒരുപാടധികം ആളുകളെ പരിചയപ്പെട്ട് അവരോട് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതിനകത്ത് തന്നെ ഈ ഒരു VR ഹെഡ്സെറ്റിലൂടെ ആ ഒരു 3D സോഷ്യൽ മീഡിയ ലോകത്തേക്ക് കയറി ചെന്ന് അവിടെ നമ്മൾ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലും ഭാവിയിലും ഒരുപാടധികം സാധ്യതകൾ സോഷ്യൽ മീഡിയകൾ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാടധികം നെഗറ്റീവ് സൈഡുകളും വലിയ തോതിലുള്ള വെല്ലുവിളികൾ കൂടെ സോഷ്യൽ മീഡിയകൾ ഉയർത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈവസിയാണ്. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നത് വരെ പല ആളുകളും അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികളും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പം അത്തരത്തിൽ വലിയ തോതിൽ നമ്മുടെ ഡാറ്റകൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഇത്തരത്തിൽ വലിയൊരു ഓഡിയൻസ് അവരുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് പോലും നമ്മുടെ പല ഡാറ്റകളും പല അഡ്വർടൈസിങ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഡാറ്റയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പല വെല്ലുവിളികളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് വഴി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിലവിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോട് കൂടിയിട്ട് മറ്റൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഓരോ ആളുകളുടെയും ഐഡൻറ്റിറ്റി ഒരുപക്ഷെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും നമ്മൾ നീങ്ങുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് അവർക്ക് പറയുന്ന ഒരു കാര്യമായിരിക്കും ഡീഫേക്ക് സംവിധാനത്തെക്കുറിച്ചിട്ടും. അതായത് വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പോലും ആവശ്യമില്ലാതെ വ്യത്യസ്ത തരത്തിലുള്ള ഞാൻ പറയുന്നതായിട്ടുള്ള വീഡിയോകൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ, AI ടൂളുകൾ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സച്ചിനെയും വിരാട് കോഹ്ലിയെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവർ പോലും അറിയാതെ അവരുടെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് ചില ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ച ഓരോ ആളുകളുടെയും ഐഡൻറ്റിറ്റിയെ പോലും വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെയും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയും ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൃത്യമായ നിലയിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം പവർഫുൾ ആണ് സോഷ്യൽ മീഡിയ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവർക്കൊരു ഐഡിയ എൻ്റെ എളിയ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. So, thank you.